ഞാൻ അങ്ങോട്ട് സ്വാഗതം പറയുമ്പോ പറഞ്ഞു, വർഷം അന്ന് താജുല്ലമ അവിടെ ഉണ്ട്, ഒരുപാട് ആലിമീങ്ങളൊക്കെ സദസ്സിലുണ്ട്, തലക്കീതങ്ങള് പോലെയുള്ള സാദാസുകൾ അവരെ പുള്ളിമാരാണല്ലോ, അവരൊക്കെ സ്റ്റേജിലുണ്ട്. ചട്ടക്കല്ല് തങ്ങളുണ്ടോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, മഹാനായ ശൈഖുന ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്റെ ബാപ്പ സുൽബൈൽ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാടത്ത് ഉറൂസ് നടക്കുകയാണ്, 10,000-കണക്കിന് മോമിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സ്റ്റേജിൽ ദർഗയുടെ പ്രസിഡന്റ് ഫാത്തിഹ വിളിച്ചു, ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, ഇന്ന് ആരാണ് ദുആ ചെയ്യുന്നത്? കാരണം സ്റ്റേജിൽ വലിയ വലിയ മഹാന്മാരുണ്ട്. സ്റ്റേജിൽ ഉള്ളതാരാണ്? ഒന്ന് മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ ഉസ്താദാണ് ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നീണ്ട പ്രസിഡന്റായിരുന്ന മഹാനവറുകള് വലിയ തഖ്വയുള്ളവരാണ്. നീ അവിടുത്തെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞാൻ ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ മഖബറ സിയാറത്ത് ചെയ്ത ആളാണ്. ഞാൻ പലപ്പോഴും ഒറ്റക്കായും എന്റെ കുടുംബക്കാരെ കുട്ടി ഞാൻ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്ത ആളാണ്. വെറുതെ മൈക്കിന്റെ മുന്നിൽ നിന്നും മദ്ഹ പറയുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഏത് സിയാറത്തിന് പോകുമ്പോഴും അവിടത്തേക്ക് പോകും. അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. നമ്മുടെ ബാപ്പയൊക്കെ അവരെ ബഹുമാനം പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ വളർന്നു വന്നതാണ്. ഉള്ളാടത്തെ ഉറൂസിൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനും കഴിഞ്ഞപ്പോ എല്ലാവരും നോക്കി നിൽക്കുകയാണ്, ആരാണ് ഇന്ന് ദുആ ചെയ്യുന്നത്? സദസ്സിൽ ബേക്കൽ ഉസ്താദിനെ പോലെ സുലൈമാൻ ഉസ്താദിനെ പോലെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ സദസ്സിലുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്, ഇന്ന് ആരാണ് ദുആക്ക് നേതൃത്വം നൽകുന്നത്? ഉള്ളാടത്തെ ഉറൂസിന്റെ സമാപനമാണ്. അവിടെ വേദിയിൽ സ്റ്റേജിൽ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദുണ്ട്. ഉസ്താദിന്റെ നേരെ അപ്പുറത്ത് ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദുണ്ട്. അതിന്റെ നേരെ അപ്പുറത്ത് ഖലന്ദർ ബാബ എന്ന് പറയുന്ന ജാവക്കല്ല് വലിയുള്ള ഉണ്ട്. അതിന്റെ നേരെ ഇപ്പുറത്ത് മഹാനായ സജിഫ് അബ്ദുള്ള മുസ്ലിയാരുണ്ട്. അതിന്റെ നേരെ ഇപ്പുറത്ത് ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങളെന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും ഓർമ്മയില്ല. ഓർമ്മയില്ലാത്തതിനെ നമ്മൾ പറയേണ്ടതില്ല. ഏതായാലും കണ്ണിയത്ത് ഉസ്താദ് അന്നത്തെ ഉള്ളാടത്തെ ഉറൂസിന്റെ സ്റ്റേജിലുണ്ട്. ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് സ്റ്റേജിലുണ്ട്. ജാവക്കല്ല് വലിയുള്ള സ്റ്റേജിലുണ്ട്. മഹാനായ സജിഫ് ഉസ്താദ് സ്റ്റേജിലുണ്ട്. മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന മദീന കണ്ട മദീനയിലെത്തിയപ്പോൾ ദിവസങ്ങളോളം മദീനയുടെ മുന്നിൽ ബാക്കിയായതാണ്. മുസ്താഖുർ റഹ്മാൻ തങ്ങൾ മലപ്പുറം ജില്ലക്കാരനല്ലേ, അവരെ നാട്ടുകാരനാണ് കുണ്ടൂർ ഉസ്താദ്. മമ്പുറത്തിന് സിയാറത്തിന് പോകുന്ന മോമിനിങ്ങളെ, നിങ്ങൾ കുണ്ടൂരിലേക്ക് സിയാറത്തിന് പോകണം. ആ മദീനയുടെ മുന്നിലെത്തിയിട്ട് റൗദയുടെ മുന്നിലെത്തിയപ്പോ റിബാഹു സ്വബാഹു ബി ലിഖബ്രി മുഹമ്മദി വബുതി അലൈന ത്വീബ മിൻ ദാലികൽ ഖബ്രി. റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ആളാണ് കുണ്ടൂർ ഉസ്താദ്. അവിടുന്ന് പിന്നെ ദിവസങ്ങളോളം കുടുംബങ്ങളോട് പറഞ്ഞു, ഇനി എന്നെ ആരും വിളിക്കണ്ട. സമേതമാണ് കുണ്ടൂർ അന്ന് മദീനയിലേക്ക് പോയത്. മക്കളെ വിളിച്ച്, ഭാര്യയെ വിളിച്ച്, കുടുംബത്തിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് റൗദന്റെ മുന്നിലെത്തിയപ്പോ, എനിക്ക് എന്റെ ഉപ്പയെന്ന് എന്റെ മുത്തുനബിയുടെ മുന്നിലെത്തിയപ്പോ പിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടാണ്. അതുകൊണ്ട് ആരും എന്നെ വിളിക്കേണ്ടതില്ല. രാവും പകലും ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. 1 മാസമല്ല, 2 മാസമല്ല, 2.5 മാസക്കാലം റൂമിലേക്ക് പോലും പോകാതെ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാനായ കുണ്ടൂർ ഉസ്താദ് അവരുടെ 2.5 മാസം അങ്ങട്ട് റൂമിലേക്ക് പോകാതെ, ഗസ്റ്റ് ഹൗസിലേക്ക് പോകാതെ, ലോഡ്ജിലേക്ക്
എവിടെ പോകാതെ, കുടുംബത്തിന്റെ കൂടെ എവിടെയും പോകാതെ മദീനയിലിരിക്കുകയാണ്. കൽബിൽ ഈമാനുള്ള മുഅ്മിൻ അങ്ങനെയല്ലേ? ഇന്നൽ ഈമാന ലയർജുൽ മദീന. ഈമാനുള്ള മുഅ്മിൻ എപ്പോഴും മദീനയാണ് ചിന്ത. തൽജുൽ ഹയ്യത ഇലാ ജുഹരിഹാ. പാമ്പിനെ കണ്ടിട്ടില്ലേ നാട്ടുകാരെ? പാമ്പിനെ നിങ്ങൾ കാണുന്നില്ലേ? ഒരു പാമ്പിന്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ പാമ്പ് അതിന്റെ ജീവിതമാർഗത്തിന് എഴഞ്ഞെഴഞ്ഞ് മണ്ണിലേക്കും പൊയ്യയിലേക്കും കാട്ടിലേക്കും വന്നാൽ ആ പാമ്പിന്റെ കണ്ണിലൊറ്റ ചിന്തയാണ്, എന്റെ കുഞ്ഞുങ്ങൾ മാളത്തിലുണ്ടല്ലോ, എന്റെ പൈതങ്ങൾ മാളത്തിലുണ്ടല്ലോ. എന്നിട്ട് പാമ്പ് ഹൈസ്പീഡിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡുമായി ഹൈസ്പീഡിൽ പോകുന്ന പാമ്പിനെ കണ്ടിട്ടില്ലേ? അതുപോലെ സടിപ്പയിലുള്ള ബാല്യക്കാരെ, സടിപ്പയിലുള്ള ഉമ്മമാരെ, സടിപ്പയിലുള്ള നാട്ടുകാരെ, സടിപ്പയിലുള്ള മുസ്ലിമീങ്ങളെ, സടിപ്പയിലുള്ള സുന്നത്തിയമായതിന്റെ പ്രവർത്തകരെ, കൽബിൽ ഈമാനുണ്ടോ? ഇന്നൽ ഈമാന ലയർജുൽ മദീന. ഈമാനുള്ള മുഅ്മിന് മദീനയായിരിക്കുമല്ലോ. നടത്തേണ്ടത് ആരോടാണ്? പ്രേമം നടത്തേണ്ടത് ആരോടാണ്? സ്നേഹം നടത്തേണ്ടത് ആരോടാണ്? എന്നെ ഞാനാക്കിയ എന്റെ മുത്തുനബിയില്ലേ? എന്നെ മനുഷ്യനാക്കിയ മുത്തുനബിയില്ലേ? എനിക്ക് എന്റെ ഉമ്മനെ തന്ന മുത്തുനബിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമക്കളെ തന്ന മുത്തുനബിയില്ലേ? മദീനയുടെ രാജാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനയിലേക്ക് മടങ്ങിക്കോ. ഈ നാട്ടിലുള്ള എല്ലാവരോടും, സജിപ്പുള്ള എല്ലാവരോടും, സജിപ്പ നടുവിന്റെ ഭാഗത്തുള്ള എല്ലാവരോടും, വെള്ളിപ്പടപ്പിലുള്ള എല്ലാവരോടും, ചട്ടക്കല്ലിലുള്ള എല്ലാവരോടും, പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരോടും പറയുന്നത്, അതിന് വേദിയല്ലേ നമ്മുടെ SYS-കാര് നമുക്ക് തന്നത്, മുസ്ലിം ജമാഅത്തുകാർ നമുക്ക് വേദി നൽകിയത്, SSF-കാര് നൽകിയത്. അൽഹംദുലില്ലാഹ് ആ കൂട്ടായ്മക്ക് എല്ലാ വിഭാഗക്കാരും, എല്ലാ സംഘടനക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് തോളോട് തോട് ചേർന്ന് ഒരു തസ്ബീഹ്മാലയിലുള്ള മുത്തുമണികളെ പോലെ ഐക്യത്തോടെ വേദിയിലും സദസ്സിലും കാണുമ്പോ അതെന്തൊരു സന്തോഷമാണ്. മദീനയുടെ രാജാവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്